പേടിച്ച പെണ്ണ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ ഒളിച്ചിരുന്ന കില്ലർ പുറകീന്ന് അവൾ അറ്റാക്ക് ചെയ്ത് പിടിക്കുന്നു. പിന്നെ എന്താ സംഭവിച്ചെന്നറിയില്ല. ഈ സമയത്ത് കാലമിന്റെ അമ്മയില്ലേ, മരണപ്പെട്ട കാലമിന്റെ അമ്മയുടെ വീട്ടിലേക്ക് ആരോ ഒരാൾ വന്ന് കതക് മുട്ടുന്നുണ്ട്. ഭാഗ്യം അത് നമ്മുടെ ഹീറോ ആണ്. ഹീറോ വീടിനകത്തേക്ക് കയറിയിട്ട് അമ്മയോട് പറയും, ആ കില്ലർക്ക്, കാലമിനെ കൊണ്ടുപോയ കില്ലർക്ക് അവനെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയോ അറിയാം. കാലമിന്റെ സീക്രട്സ് എന്തൊക്കെയോ അറിയാം. മറ്റുള്ളവർ അറിയാൻ പാടില്ല, അറിഞ്ഞാൽ അവൻ ഷെയിമായിട്ടും വിഷമായിട്ടും വിചാരിക്കുന്ന എന്തോ ഒരു പ്രത്യേക കാര്യം ആ കില്ലർ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അമ്മയ്ക്കറിയോ? അവൻ പണം കട്ടെടുത്തതോ ചീറ്റ് ചെയ്തതോ മറ്റെന്തെങ്കിലും സെക്ഷൽ ഫാന്റസീസോ അങ്ങനെ എന്തെങ്കിലും അമ്മയ്ക്കറിയോ? വളരെ ചെറുതായിരിക്കാം, പക്ഷെ അത് കാലമിന് പ്രധാനപ്പെട്ട കാര്യമായിരിക്കാം. ആ ഒരു വിഷയം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാലം കില്ലറെ കണ്ടുമുട്ടാൻ സമ്മതിച്ചത്. കില്ലർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പോയത്. അമ്മ പറയും, കാലം അങ്ങനത്തെ കുട്ടിയല്ല, അവൻ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ അതെനിക്ക് അറിയുമായിരുന്നു. ഒരുപാട് നല്ല പയ്യനായിരുന്നു കാലം. അപ്പൊ ഹീറോ, അവൻ നല്ല പയ്യൻ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ ആരും അറിയാത്ത എന്തോ ഒരു രഹസ്യം അവനിലുണ്ടായിരുന്നു. അതാണ് ആ കില്ലർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ആ കില്ലർ തന്റെ ജീവിതത്തിലും വന്നിട്ടുണ്ടാവണം. കാലമിന് ശേഷം അവൻ തന്റെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കണം, ഒരു സുഹൃത്തിനെ പോലെ. കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. തനിക്കത് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഏതെങ്കിലും സപ്പോർട്ട് ഗ്രൂപ്പിൽ വെച്ചിട്ടോ പബ്ലിക്കിൽ വെച്ചിട്ടോ കാഫ്റ്റീരിയയിൽ വെച്ചിട്ടോ തന്നെ അയാൾ കണ്ടുമുട്ടിയിരിക്കണം. വളരെ നൈസായ പേഴ്സൺ ആയിരിക്കണം, സ്നേഹമുള്ള മനുഷ്യനായിരിക്കണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അത് കേട്ട് മമ്മി പറയും, അങ്ങനെ ചോദിച്ച കാലമിന് ശേഷം ടോമി എന്ന ഒരാളുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. പക്ഷെ ഒരുപാട് നല്ല മനുഷ്യനാണ്. ഒരു സപ്പോർട്ട് ഗ്രൂപ്പിൽ വെച്ചിട്ടാണ് ഞാൻ അയാളെ കാണുന്നത്. ഭാര്യ മരണപ്പെട്ട വ്യക്തിയാണ്. ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയ ആളായിരുന്നു. ഞാനന്ന് ജയിലിൽ വന്ന് തന്നെ കാണാൻ കാരണം തന്നെ അവനാണ്. അവനൊരിക്കലും അങ്ങനത്തെ പേഴ്സൺ അല്ല. അവൻ ഇത്രയും ക്രൂവലാവാൻ കഴിയില്ല. ഇത് കേട്ട ഹീറോയ്ക്ക് മനസ്സിലാകും അവൻ തന്നെയാണ് ആളെന്ന്. ഹീറോ മമ്മിയോട് നിങ്ങളുടെ മൊബൈൽ എനിക്കൊന്ന് ഉപയോഗിക്കണം എന്ന് പറയും. ഈ സമയത്ത് പോലീസുകാരൊരു വിഷയം കണ്ടുപിടിക്കും. മരണപ്പെട്ട 5 വ്യക്തികൾ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഏകദേശം 40 വയസ്സുള്ള ഒരാളുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് പല പേരുകളിൽ. ആ പരിചയപ്പെട്ട പേരുകളെടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ എല്ലാം ഭാര്യമാർ തീയിൽ വെന്ത് മരണപ്പെട്ടു. ശരിക്കും അതെല്ലാം കൊലപാതകങ്ങളാണ്. എന്നാൽ ഇതുവരെ പ്രൂവൺ ആയിട്ടില്ല. 2007 മുതൽ ഈ ഭർത്താക്കന്മാരുടെ ഭാര്യമാര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിവരം കിട്ടിയ ഉടനെ നമ്മുടെ ലേഡി ഓഫീസർ 2007 മുതൽ ഭാര്യമാര് തീയിൽപ്പെട്ട് വെന്ത കേസുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കും. അപ്പൊ അതിൽ ആദ്യമേ വരുന്നത് നമ്മുടെ കില്ലറും കില്ലറുടെ ഭാര്യയുമാണ്. അവന്റെ പേര് നോട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ പെണ്ണിനൊരു കോള് വരുന്നത്. അവളുടെ മോളുടെ കരച്ചിലും ഒപ്പം മോളെ കെട്ടിവെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോയും. ഫോൺ എടുത്ത ലേഡി ഓഫീസർ കില്ലറെ തെറി പറഞ്ഞിട്ട്, എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ ജീവനോടെ വിടില്ലടാന്ന് പറയുമ്പോ, കില്ലർ, നീ എന്റെ പേര് കണ്ടുപിടിച്ചല്ലേ? അതെ. ആരോടെങ്കിലും അത് പറഞ്ഞോ? ഇല്ല. ഗുഡ്. അപ്പൊ അതങ്ങനെ സീക്രട്ടായിട്ട് തന്നെ വെച്ചോ. കാരണം നിനക്ക് നിന്റെ മോളെ തിരികെ വേണ്ടേ? ഞാൻ പറയുന്ന കാര്യം വളരെ വൃത്തിയായിട്ട് ആരും അറിയാതെ നീ എനിക്ക് ചെയ്തു തരണം. അതല്ലെങ്കിൽ ഞാൻ നിന്റെ മോളെ പീഡിപ്പിക്കുന്ന വീഡിയോയും കൊല ചെയ്യുന്ന വീഡിയോയുമായിരിക്കും നിനക്ക് അടുത്തായിട്ട് അയക്കാൻ പോകും. എത്രയും പെട്ടെന്ന് ലൂതറിനെ കണ്ടുപിടിച്ച് അവന്റെ കൈകൾ കെട്ടി ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരണം. ഇതും പറഞ്ഞ് കില്ലർ കോള് കട്ട് ചെയ്യും. നമ്മുടെ ലേഡി ഓഫീസർക്ക് വേറെ വഴിയില്ല, മോളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. സോ അവൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ കൂട്ടുകാരൻ പോലീസുകാരനില്ലേ, അയാളെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിടും. നിങ്ങളുടെ യൂസ് എല്ലാം കഴിഞ്ഞു, ഇനി വീട്ടിലേക്ക് പോയിക്കോളൂ, സ്വസ്ഥമായിട്ട് റെസ്റ്റ് ചെയ്തോളൂ എന്ന് പറയും. പുള്ളിക്കാരനൊന്നും മനസ്സിലാവില്ല. എന്നിട്ട് ഇവള് ഹീറോയെ വിളിക്കുന്നു. കില്ലർ ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഞാൻ അവന്റെ ഡീറ്റെയിൽസ് നിനക്ക് പറഞ്ഞു തരാം. ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അവന്റെ ഡീറ്റെയിൽസ് നിനക്ക് പറഞ്ഞു തരണമെങ്കിൽ നീ ഇന്ന സ്പോട്ടിലേക്ക് വരണം. ഞങ്ങൾ നിന്നെ അറസ്റ്റ് ചെയ്യാൻ നീ തയ്യാറാവണമെന്ന് പറയും. ആ ഡീൽ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാന്ന് പറയും. സോ ഹീറോയ്ക്ക് അവൻ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. പോലീസ് അറസ്റ്റ് ചെയ്യുമെങ്കിൽ പിന്നെ അവൻ കീഴടങ്ങാൻ തയ്യാറാണല്ലോ. അതുകൊണ്ട് ഞാൻ വരാമെന്ന് പറയും ഹീറോ. പക്ഷെ പ്ലേസ് ഏതാണെന്ന് ഞാനാണ് തീരുമാനിക്കുക. നീ പറഞ്ഞ പ്ലേസിലേക്ക് വരാൻ പറ്റില്ല, മറ്റൊരു സ്ഥലത്തേക്ക് വരണമെന്ന് പറയും ഹീറോ. ഈ സമയത്ത് നമ്മുടെ കില്ലർ ലേഡി പോലീസുകാരിയുടെ മോളെയും കൊണ്ട് ഏതോ ഒരു ഹാർബറിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഹീറോയും DC റെയിനും തമ്മിൽ ഒരു ബാറിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവൻ ആരാണെന്ന് ഹീറോ ചോദിക്കുമ്പോൾ, ഞാൻ കാറി വെച്ച് പറയാന്ന് പറയും ലേഡി പോലീസ്. അത് പറ്റില്ല, അതൊരു ട്രിക്കാണ്, നീ ഇവിടെ വെച്ച് തന്നെ പറയൂ എന്ന് ഹീറോ ആവശ്യപ്പെടുമ്പോൾ അവള് പേര് പറഞ്ഞു കൊടുക്കും. ഡേവിഡ് റോബിയാണ്, സിറ്റി ട്രേഡറാണ്. 6 വർഷങ്ങൾക്ക് മുന്നേ ഒരു സെക്ഷൽ അസാൾട്ട് കേസിൽ പെട്ടിട്ടുണ്ട്. പക്ഷെ അത് പ്രൂവണല്ല. അതേപോലെ ഭാര്യയെ തീ കൊളുത്തിയ കേസും അവന്റെ മേലിലുണ്ട്. എന്നാൽ അതും പ്രൂവണല്ല. ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു, അവൾക്ക് ഇപ്പോഴും ജീവനുണ്ടോന്ന് ഹീറോ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ലേഡി പോലീസുകാരി പറയുന്നില്ല. നീ ചോദിച്ച ഡിമാൻഡ് ഞാൻ പൂർത്തിയാക്കി, ഇനി എന്റെ ഡിമാൻഡിന് നീ കീഴടങ്ങുമെന്ന് പറഞ്ഞിട്ട് അവൾ ഹീറോയെയും വിളിച്ചോണ്ട് പോവുകയാണ്. കാർ എവിടെ പാർക്ക് ചെയ്തിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഹോട്ടലിന് പുറകിലാണെന്ന് പറയും ലേഡി പോലീസ്. അപ്പൊ തന്നെ ഹീറോയ്ക്ക് സംശയം തോന്നുന്നുണ്ട്. അവളുടെ പ്രവർത്തനം വാച്ച് ചെയ്തിട്ട് ഹീറോ ചോദിക്കും, നീയും കില്ലറുടെ പിടിപ്പെട്ടോ? അവൻ എന്താണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് നീ അവന്റെ കുടുക്കിപ്പെട്ടത്? അത് കേട്ട് ലേഡി പോലീസുകാർ പറയും, അവന്റെ കയ്യിൽ എന്റെ മോളുണ്ട്, എനിക്ക് വേറെ വഴിയില്ല, കാറിന്റെ ഡിക്കിക്കകത്ത് കയറ്. നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, കയറിക്കോ, അല്ലെങ്കിൽ എനിക്ക് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. ഇത് കേട്ട ഹീറോ, നീ ഇപ്പൊ എന്നെ പിടിച്ച് അവന് ഏൽപ്പിച്ചതുകൊണ്ട് മാത്രം
മാത്രം മോൾ അവൻ ജീവനോടെ തിരിച്ചു തരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ദയവേത് ഞാൻ പറയുന്ന കേൾക്ക്. ഞാൻ നിന്നെ സഹായിക്കാം. നമുക്ക് 2 പേർക്കും കൂടി അവളെ തിരിച്ചു കൊണ്ടുവരാം. എന്നാൽ ലേഡി പോലീസുകാർ കേൾക്കുന്നില്ല. നമ്മുടെ ആളെ പിടിച്ച് ടിക്കിക്കകത്ത് അടക്കിയാണ്. പക്ഷെ അവൾക്കറിയാം കില്ലർ ഇനിയും ഗെയിംസ് കളിക്കും, മോളെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്നുള്ള സംശയമാണ്. ആകുള്ളൊരു ചാൻസ് ഹീറോയുടെ കൂട്ട് പിടിക്കുക എന്നുള്ളതാണ്. കാരണം ഹീറോയെ വിശ്വസിക്കാം, കില്ലറെ വിശ്വസിക്കാൻ പറ്റില്ല. അവസാനം തല പുകഞ്ഞാലോചിച്ചിട്ട് അവൾ ഡിക്കി തുറക്കും. നമ്മൾ ഈ ചെയ്യുന്നത് ആർക്കും അറിയാൻ പാടില്ല. കാരണം എന്റെ ഓഫീസിലും അവൻ മറ്റൊരു കണ്ണിയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ ഒരാളുണ്ട്. അത് കേട്ട് ഹീറോയും പറയും, അതെ എനിക്കറിയാം അവിടെ ഒരാളുണ്ട്. അടുത്ത് എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കുമ്പോൾ വരൂന്ന് പറഞ്ഞ് ലേഡി പോലീസ് ഹീറോയെ വിളിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ കാണുന്ന മറ്റാരുമല്ല, നമ്മുടെ കില്ലറുടെ ഭാര്യയാണ്. ഞങ്ങൾക്ക് നിന്റെ ഭർത്താവിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് എന്നിവർ പറയുമ്പോൾ തന്നെ ആ പെണ്ണ് പേടിച്ചിട്ട് എന്റെ ഭർത്താവ് കുഴപ്പക്കാരനല്ല, നല്ല മനുഷ്യനാണെന്ന് പറയും. ഈ സമയത്ത് സ്റ്റേഷനിലെ പോലീസുകാര് മറ്റൊരു കാര്യം കണ്ടുപിടിക്കും. പുതിയൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ ലൈവായിട്ട് ആൾക്കാരെ കൊല്ലുന്നത് കാണിക്കും എന്നാണ് പറയുന്നത്. ആ ആപ്ലിക്കേഷനകത്ത് കുറെ മനുഷ്യരുടെ മുഖങ്ങള് ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട്. അതെല്ലാം മരണപ്പെട്ട ആൾക്കാരുടെ മുഖങ്ങളാണ്. സോ കില്ലർ ഒരു ടീമായിട്ട് വലിയ എന്തോ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഹീറോ കില്ലറ ഭാര്യയോട്, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ ഭർത്താവ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളോട് ധൈര്യമായിട്ട് നിനക്ക് സത്യം തുറന്നു പറയാം. നീ ഒരു തവണ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് അവൻ നിന്നെ ഉപദ്രവിച്ച് ഈ അവസ്ഥയിലാക്കിയത്. ഇനി പേടിക്കണ്ട. ലേഡി പോലീസുകാർ പറയും, അവൻ എന്റെ മോളെ പിടിച്ചോണ്ട് പോയി, ഇനിയും ഒരു മരണം ഉണ്ടാവരുത്, ഞങ്ങൾ സഹായിക്കും. അവനിപ്പോ എവിടെയാണ്? ആ അമ്മച്ചി അവൻ എവിടെയാണ്, അവന്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് രഹസ്യമായിട്ട് ലേഡി പോലീസിന് പറഞ്ഞു കൊടുക്കും. അവന്റെ താവള അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ആൾക്കാർ പുറപ്പെടുകയാണ്. അതിനു മുന്നേ ആയിട്ട് ഹീറോ അവന്റെ പഴയ കൂട്ടുകാരനെ വിളിച്ച്, ഞങ്ങൾക്ക് അവന്റെ ലൊക്കേഷൻ കിട്ടി, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. അവൻ ആരും അറിയാത്തൊരു സ്ഥലത്ത് റെഡ് റൂം റൺ ചെയ്യാണ്, നമുക്കത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കണം, നീ എന്നെ സഹായിക്കൂന്ന് പറയും. എന്ത് രഹസ്യമാണ് ഹീറോ പറഞ്ഞു കൊടുത്തെന്നറിയില്ല. ഞാൻ നിനക്ക് ടെക്സ്റ്റ് അയച്ചിട്ടുണ്ടെന്നാണ് പറയുക. അത് കഴിയുമ്പോൾ ഹീറോയും ലേഡി പോലീസുകാരും കൂടി നേരത്തെ കില്ലർ പോയില്ലേ അതേ ഹാർബറിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ കാറിന്റെ ഡിക്കിയിലാണ് കിടക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത പോലീസ് സ്റ്റേഷനിലുള്ള നമ്മുടെ കില്ലറുടെ സ്പൈ ചാരൻ, അവൻ കില്ലറെ വിളിച്ച് പറയും, ലേഡി പോലീസുകാരി എവിടെയാണെന്ന് നീ ചെക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ, അവളുടെ പാസ്പോർട്ടിൽ ഞാനൊരു അലേർട്ട് സെറ്റ് ചെയ്തിരുന്നു, അതുപ്രകാരം അവളിപ്പോ നോർവേയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടുടനെ കില്ലർ ഷോക്കാകും. അവന്റെ സ്പോട്ടിലേക്കാണ് അവൾ വന്നുകൊണ്ടിരിക്കുന്നത്. കില്ലർ ആ പോലീസുകാരനോട് പറയും, എന്റെ സ്പോട്ട് അവൾ മനസ്സിലാക്കണമെങ്കിൽ അതൊരാൾക്ക് മാത്രമാണ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക. ആ സ്ത്രീ ഇനി ജീവനോടുണ്ടാവാൻ പാടില്ല, ഇനി അവൾ ആരോടും സംസാരിക്കാൻ പാടില്ല, നീ തന്നെയാണത് ചെയ്യേണ്ടത്. അത് കേട്ട് പോലീസുകാരൻ പേടിക്കും, എന്നെ കൊണ്ട് കഴിയില്ല, ഈ ഒരു കാര്യത്തിൽ നിന്ന് മാത്രം നീ എന്നെ ഒഴിവാക്കോ. അപ്പൊ കില്ലർ, ഞാൻ നിന്നെ ഒഴിവാക്കി, ഈ ഒരു കാര്യം മാത്രം നീ ചെയ്തിട്ട് പുറത്തു പോയിക്കോളൂ. ഇത്രയും ദൂരം നീ എന്റെ കൂടെ വന്നില്ലേ, പിടിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് എന്നെ സഹായിച്ചേ മതിയാകൂ, അത് നിന്റെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, ഞാൻ പറയുന്ന കാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കില്ലർ കോൾ കട്ട് ചെയ്യും. നമ്മുടെ പോലീസുകാരൻ അത് കഴിയുമ്പോൾ ഒളിച്ചും പാത്തും കില്ലറുടെ ഭാര്യയുടെ മുറിയിലേക്ക് വരുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക്. എന്നിട്ട് വിഷസൂചി ആ പെണ്ണിനെ കുത്തിവെക്കാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് ലൈറ്റ് ഓൺ ആവുന്നത്. നമ്മുടെ കൂട്ടുകാരൻ പോലീസും കൂടെ 2 സാധാ പോലീസുകാരും ഉണ്ട്. സോ ഹീറോ പറഞ്ഞു കൊടുത്ത സീക്രട്ട് ഇതായിരുന്നു, ഭാര്യയെ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും വരും, അതൊരു പോലീസുകാരനായിരിക്കും, അവനാണ് ചാരൻ. ഞാൻ ഒരിക്കലും കരുതിയില്ല അത് താനായിരിക്കുമെന്ന്. എന്ത് കാരണം പറഞ്ഞിട്ടാണ് അവൻ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തത്? അത് കേട്ട പോലീസുകാരൻ പറയും, അത് അത്ര വലിയ കാരണമൊന്നും ആയിരുന്നില്ല ഇപ്പൊ ചിന്തിക്കുകയാണെങ്കിൽ, പക്ഷെ ഇപ്പോ കാര്യങ്ങൾ കൂടുതൽ വഷളായി, ഇനി എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ആ വിഷസൂചി സ്വന്തം കഴുത്തിലേക്ക് കുത്തിയിറക്കും നമ്മുടെ പോലീസുകാർ. ഈ സമയത്ത് ഹീറോയും ലേഡി ഹീറോയിനും കൂടി നോർവേയിലേക്ക് വന്നു കഴിഞ്ഞു. വലിയ മഞ്ഞ് മലകൾക്കിടയിലാണ് ഈ കില്ലറുടെ ലൊക്കേഷൻ. കുറച്ചു ദൂരം പോകുമ്പോൾ തന്നെ ഇവരുടെ കാർ സ്റ്റെക്കാവുന്നുണ്ട്. അവിടുന്ന് ഇവര് കാർ നിർത്തി നടക്കാൻ തുടങ്ങും. നടന്ന് ഒരു മലയൊക്കെ താണ്ടി താഴ്വാര പ്രദേശത്തെത്തുമ്പോൾ അവിടുത്തെ ഐസിനടിയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ളതായിട്ട് ഹീറോ മനസ്സിലാക്കി കുനിഞ്ഞ് താഴെ ഇരുന്ന് നോക്കുമ്പോൾ ഒരുപാട് ജഡങ്ങൾ, ഒരുപാട് മനുഷ്യരുടെ ഒരുപാട് ജഡങ്ങൾ. സോ കില്ലർ കിഡ്നാപ്പ് ചെയ്യുന്ന ആൾക്കാരെയെല്ലാം വർഷങ്ങളായി കൊണ്ടുവന്ന് ഈ ഐസിലാണ് ഇട്ടുവെച്ചിരുന്നത്. അവിടുന്ന് ഇവർ വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ്. കുറച്ചു ദൂരം കൂടി പോയി കഴിയുമ്പോൾ പഴയൊരു വലിയ കൊട്ടാരം പോലത്തെ വീട്. ഇവർ ആ വീടിനകത്തേക്ക് കയറുമ്പോൾ മുന്നിലെ ഹാളിൽ തന്നെ പോലീസുകാരുടെ മകളെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയിരിക്കുന്നു. അത് കണ്ട അമ്മ പൊട്ടിക്കരയാണ്. സമാധാനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഹീറോയെ തെറി വിളിച്ച്, എന്റെ കൺമുന്നിൽ നിന്ന് പോ, എല്ലാത്തിനും കാരണം നീയാന്ന് പറഞ്ഞ് ആ അമ്മ ഇറക്കി വിടും. അവരുണ്ടായിരുന്ന മുറിയിൽ നിന്ന് ഇറങ്ങി മറ്റൊരു മുറിയിലേക്ക് കടക്കുമ്പോൾ ഹീറോ ആ വീടിനകത്തുള്ള രഹസ്യപാത കാണും. ഇവൻ അതിനകത്തൂടെ പോവാണ്. ആ സമയത്താണ് ബോഡി കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന അമ്മച്ചി മനസ്സിലാക്കുക അത് തന്റെ മോളുടെ ബോഡി അല്ലാന്ന്. ലൂതർ ഇതെന്റെ മോൾ അല്ലാന്ന് പറഞ്ഞ് അവൾ തിരിയുമ്പോഴേക്കും നേരത്തെ കണ്ട മൊട്ട അവൾ അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയത്ത് രഹസ്യപാത കൂടെ വന്ന ഹീറോയെയും ആ കില്ലർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബോധം കെട്ട ഹീറോ കണ്ണു മിഴിക്കുമ്പോൾ അവനെ പ്രത്യേക മുറിയിൽ ഇവര് പൂട്ടി വെച്ചിരിക്കുകയാണ്, കെട്ടിവെച്ചിരിക്കുകയാണ്. ചുറ്റും ക്യാമറകളുണ്ട്, അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
ലൈവ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ കാണിച്ച ആപ്ലിക്കേഷനിലൂടെ. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നുള്ള ഡാർക്ക് വെബ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെല്ലാം കാണാം. കില്ലറാണെങ്കിൽ പ്രസംഗം നടത്തുവാണ്. നിങ്ങൾ ഇയാളെ കൊല്ലുന്നത് ഏത് രീതിയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? തോലുരിച്ചു കൊല്ലണോ, വേവിച്ചു കൊല്ലണോ, അതോ കത്തി കൊണ്ട് കുത്തി കൊന്നാൽ മതിയോ? പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ഒരു സ്പെഷ്യൽ ആക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. നമ്മളെപ്പോലുള്ളവരെ ഈ ലോകം അംഗീകരിക്കില്ല, നമ്മുടെ മനസ്സും മനസ്സിലാക്കില്ല. നമ്മളെ മോൺസ്റ്റേഴ്സ് എന്നാണ് അവന്മാർ പറയുന്നത്. നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അവരല്ല പേടിക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാം. ഇനി നമ്മൾ സേഫാണ്. നമ്മളെ കണ്ട് ഈ ലോകം വിറയ്ക്കും. നമ്മുടെ ഈ വിനോദത്തെ അവരംഗീകരിക്കും. എന്നാൽ ആരംഭിക്കല്ല എന്ന് പറഞ്ഞ് ഇവർ ആ ലേഡി പോലീസുകാരനെയും കൂടി അങ്ങോട്ട് കൊണ്ടുവരും. ഈ ക്യാമറകളെല്ലാം വെച്ചിരിക്കുന്നതിന് തൊട്ടടുത്ത മുറിയിലായിട്ട് ഈ ലേഡി പോലീസുകാരിയുടെ മോളെ കെട്ടിവെച്ചിട്ടുണ്ട്. അവളുടെ മുഖത്തേക്ക് പ്ലാസ്റ്റിക് കവറിട്ട് ശ്വാസം മുട്ടിച്ച് ഇവരവളെ കൊല്ലാൻ ശ്രമിക്കും. എന്നിട്ട് കില്ലർ ലേഡി പോലീസിന്റെ കയ്യിലൊരു കത്തി കൊടുത്തിട്ട് പറയും, നീ ഇപ്പൊ ഇവനെ കുത്തിയില്ലെങ്കിൽ നിന്റെ മോളെ ഞങ്ങൾ കൊന്നുകളയും. ഇവള് വിസമ്മതിക്കുമ്പോൾ വീണ്ടും അവര് പ്ലാസ്റ്റിക് കവറിട്ട് മൂടി ആ പെൺകുട്ടീനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഹീറോ, നമുക്കിപ്പോൾ വേറെ വഴിയില്ല, അവര് പറയുന്നത് ചെയ്യേ, അല്ലാതെ മറ്റൊരു മാർഗം തുറന്നിട്ടില്ല, ദയവ് ചെയ്ത് അത് ചെയ്യേ, അല്ലെങ്കിൽ ഈ കുറ്റബോധം കൂടി പേറി ഞാൻ ജീവിക്കണം എന്ന് പറയും. ലേഡി പോലീസ് ഹീറോയോട് സോറി പറഞ്ഞിട്ട് അവന്റെ വയറ്റിലേക്ക് കത്തി കുത്തിയിറക്കുകയാണ്. ഒരുപാട് പേര് ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ടാവും. എന്തോ ത്രില്ലർ സിനിമ കാണുന്ന പോലെ. ശരിക്കും ഇങ്ങനെയുള്ള ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. അല്ലെങ്കിലും വലിയ വലിയ ഭീകരവാദങ്ങൾ പോലും സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അടുത്തത്, ഹീറോയെ അഴിച്ചു വിട്ടിട്ട് ലേഡി പോലീസുകാരനെ കെട്ടിവെച്ച് ഹീറോയുടെ കയ്യിലൊരു ചുറ്റികയും കൊടുത്തിട്ട് ഇവർ പറയും, ആ പെൺകുട്ടിയെ കൊല്ലണ്ടെങ്കിൽ ഇവളുടെ മുട്ടിലെ ചിരട്ട നീ അടിച്ചു പൊട്ടിക്കണം. ഹീറോയ്ക്കും വേറെ വഴിയില്ല. അവനത് ചെയ്യാൻ വേണ്ടി ചുറ്റിക ഓങ്ങുമെങ്കിലും അവനെ കൊണ്ട് കഴിയില്ല. ഇവര് വീണ്ടും ആ പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്നാണ് ഹീറോ പറയുക, ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു കാര്യം മറന്നുപോയി. നിങ്ങളുടെ IP അഡ്രസ് എല്ലാം ഇപ്പൊ പോലീസുകാർ ട്രേസ് ചെയ്യുന്നുണ്ടാവും. എത്രയും പെട്ടെന്ന് അവർ നിങ്ങളെല്ലാം കണ്ടുപിടിക്കും. ഇത് കേട്ട കാഴ്ചക്കാര് പെട്ടെന്ന് ലൈനെല്ലാം കട്ട് ചെയ്ത് പേടിച്ചോടുകയാണ്. കില്ലർ പറയും, ഇവൻ വെറുതെ പേടിപ്പിക്കാൻ പറയാണ്. നമ്മൾ വളരെ സേഫാണ്. ഒരു പോലീസുകാരനെ കൊണ്ടും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞങ്ങൾ എവിടെയാണുള്ളതെന്ന് അവർക്കറിയില്ല. അത് കേട്ടുടനെ ഹീറോ, അതെ, ആർക്കും അറിയില്ല, പക്ഷെ ഇവന്റെ ഭാര്യയ്ക്ക് അറിയാം. അവളിപ്പോഴും ജീവനോടെയുണ്ട്. അത് കേട്ടുടനെ ഇഞ്ചി കടിച്ച പോലെ കില്ലറ മോന്ത മാറുന്ന കാണണം. അവളിപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും പോലീസുകാരോട്. പോലീസുകാർ ഈ സ്ഥലം ലക്ഷ്യം വെച്ച് ഇപ്പൊ പറന്നു വരുന്നുണ്ടാവും. ഇത് കേട്ടുടനെ മിച്ചമുണ്ടായിരുന്ന ആൾക്കാരും അവിടുന്ന് ഓടിപ്പോവാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഡേവിഡ് റോബി? നിന്റെ ഭാര്യയോട് നീ ചെയ്യുന്ന വലിയ വലിയ കേളികൾ നീ പറയാൻ ഇഷ്ടപ്പെട്ടു. അതെല്ലാം ഇപ്പൊ അവള് തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. അത് മാത്രമല്ല, നീ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി അതേപോലെ നീ നാണിക്കുന്നൊരു കാര്യമില്ലേ, മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി നീ നാണിക്കുന്നൊരു കാര്യം. ഭയങ്കര ആങ്സൈറ്റിയാണ് നിനക്ക്. അതുകൊണ്ട് ആരും അറിയാതെ നീ പല്ലിറുമിക്കൊണ്ടേയിരിക്കും, ചെറിയ കുട്ടികളെ പോലെ. പല്ലുകൾ തമ്മിൽ ഗ്രൈൻഡ് ചെയ്ത് ഇപ്പൊ നിന്റെ ഇനാമലെല്ലാം തേഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ. കാരണം നീ ഒരു ആങ്ഷ്യസ് മാനാണ്, വീക്കാണ്, പത്തറ്റിക് ആണ്. അത് പുറത്ത് കാണിക്കാൻ നിനക്ക് മടിയാണ്, അല്ലേടാ? ഇപ്പോഴും നീ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല്ലിറുമിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നിന്നെ ഓർമ്മയുണ്ട്. നീ പറഞ്ഞില്ലേ എന്നെ കണ്ടിട്ട് നീ മനസ്സിലാക്കിയില്ല. ഇപ്പൊ ഞാൻ ഓർക്കുന്നു. എന്റെ മുന്നിൽ വന്ന് പല്ല് ചവച്ചരച്ച് ആൻസൈറ്റി ഉള്ളിൽ ഒതുക്കി വേർത്ത് നിന്നൊരു വൃത്തികെട്ട മനുഷ്യൻ. ഇങ്ങനെ ഒരു ദയനീയമായ ജന്മം ഉണ്ടോയെന്ന് ഞാനൊന്ന് ആലോചിച്ചായിരുന്നു. അത് നീയായിരുന്നല്ലേ? എന്തൊരു ദാരുണമാണ് നിന്റെ അവസ്ഥ. ഇത് കേട്ടോണ്ടിരിക്കാൻ പറ്റാതെ വില്ലൻ കൂടെയുള്ള ആളോട് ഹീറോയെ തല്ലിക്കൊല്ലാൻ പറയും. അവൻ ചെല്ലുമ്പോഴേക്കും ഹീറോ അവനെ തട്ടിത്തെറിപ്പിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് ഓടി ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ വില്ലൻ ആ പ്രത്യേക മുറി ക്ലോസ് ചെയ്തിട്ട് അവിടെ കെറോസിൻ ഓണാക്കിയിട്ട് ഇറങ്ങിപ്പോകും. ആ ഡോർ അടയുമ്പോഴേക്കും ഹീറോ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. എന്നാൽ മൊട്ട ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ആക്സസ് ഓൺ ആവുന്നില്ല. ആ ഡോർ ലോക്കായി കഴിഞ്ഞു. അപ്പത്തേന് അമ്മ മോളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പെട്ടെന്നാണ് കെറോസിൻ ഓണാവുക. അവിടെയുള്ള വാൾവ് തിരിച്ചാൽ മാത്രമേ ഈ കെറോസിൻ ഓഫ് ആവൂ. അത് ഓഫാക്കടാന്ന് പറഞ്ഞ് ലേഡി മൊട്ടയെ മിരട്ടുമ്പോൾ അതിലും ഭേദം നിന്റെ കൂടെ ഞാനും വെന്ത് ചാവണമെന്ന് പറഞ്ഞിട്ട് അവൻ ലേഡി പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയത്ത് നമ്മുടെ പോലീസുകാർ ലൊക്കേഷനിലേക്ക് പറന്നെത്തിക്കഴിഞ്ഞു. ഇവിടെ കെറോസിൻ ചീറ്റി അടിക്കുന്നുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ ഫയർ ആവും. അപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന ഹീറോ ഒരുപാട് തടവ് പുള്ളികളെ കാണും. ഇനിയും ഒരുപാട് പേരെ അവൻ പൂട്ടി വെച്ചിട്ടുണ്ട് കൊല്ലാൻ വേണ്ടി. ഇവിടെ കെറോസിൻ നിറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വില്ലൻ ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു SUV എടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ നോക്കും. പക്ഷെ ഹീറോ വിടില്ല. അവന്റെ പുറകെ തന്നെ ആ വണ്ടിയിലേക്ക് വലിഞ്ഞു കയറുന്നുണ്ട്. എന്നിട്ട് അവന്റെ മൊബൈൽ ഉപയോഗിച്ച് ആ പ്രത്യേക മുറിയിലെ കെറോസിൻ ഓഫാക്കി അവരെ തുറന്നു വിടാൻ ഹീറോ ശ്രമിക്കുമെങ്കിലും ഇവിടെ ഫയറായി കഴിഞ്ഞു. ആ മൊബൈൽ അവന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുമില്ല. തീ പിടിച്ച മുട്ടയെ നമ്മുടെ ചേച്ചി ചവിട്ടി തെറിപ്പിക്കും. അവർക്ക് തീ ഏറ്റിട്ടില്ലെങ്കിലും അവിടുത്തെ പുക കൊണ്ടെങ്കിലും അവർ മരിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് വണ്ടിയുടെ കൺട്രോള് വിട്ട വില്ലൻ വണ്ടി ഐസിലേക്ക് ഇടിച്ചിറക്കി വെള്ളത്തിനകത്തേക്ക് വണ്ടി മുങ്ങിപ്പോവാണ്. മുങ്ങിയ വണ്ടിയിൽ നിന്ന് രണ്ടുപേരും അടികൂടി. അവന്റെ മൊബൈൽ ഫോൺ തെറിച്ചുപോയി. ഇനി അധിക നേരം വെള്ളത്തിനകത്ത് നിന്ന് മരിച്ചളയും. സോ വില്ലൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് നീന്തി ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ മോളിലെ ഐസ് പൊട്ടിച്ച് അവന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല.
ഈ സമയം ഹീറോ രക്ഷപ്പെടാതെ ആദ്യം അമ്മയും മോളെയും രക്ഷപ്പെടുത്തും. ഡോർ അൺലോക്ക് ചെയ്തിട്ട് കെറോസിനും ഓഫ് ആവും. ഇവിടെ മറ്റുള്ളവരെ കൊന്ന അതേപോലെ തന്നെ വില്ലനും ഐസി കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്നു. പാവം നമ്മുടെ ഹീറോയും അതേപോലെ വെള്ളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി കണ്ണുകൾ അടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തെ പോലെ മുങ്ങൽ വിദഗ്ധ പോലീസുകാര് ഐസ് പൊട്ടിച്ച് വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങുന്നു. അവർ ലൊക്കേഷൻ കണ്ടുപിടിച്ച് എത്തിക്കഴിഞ്ഞു. അവർ ഹീറോയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും. അപ്പോഴാണ് പഴയ പോലീസ് കൂട്ടുകാരൻ വരുന്നത്. ബെറ്റ് പ്രകാരം ഞാൻ നിനക്ക് $20 തരാനുണ്ട്. അത് കേട്ട ഹീറോ ചിരിച്ചിട്ട് പറയും, 20 അല്ല 50, എന്നെ പറ്റിക്കാൻ നോക്കുന്നോടെ കിളവാ. അപ്പൊ ആ കൂട്ടുകാരൻ, ഞാൻ വിചാരിച്ചു നീ മറന്നു പോയിട്ടുണ്ടാവാൻ. രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് ലേഡി പോലീസ് വന്ന് ഹീറോയോട് നന്ദി പറയും. എന്നോട് ക്ഷമിക്കൂ, നീ ഇല്ലെങ്കിൽ എന്റെ മോളെ എനിക്ക് ജീവനോടെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. അത് കഴിയുമ്പോൾ പ്രോട്ടോകോൾ ഉണ്ടല്ലോ. ഹീറോ എന്തായാലും കുറ്റവാളിയാണ്. അതുകൊണ്ട് പോലീസുകാര് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പിറ്റേന്ന് കണ്ണ് തുറക്കുമ്പോൾ ഹീറോ മറ്റെവിടെയോ ആണ്, ഹോസ്പിറ്റലിലല്ല. ഇതെവിടെയാണെന്ന് അവൻ കൂട്ടുകാരനോട് ചോദിക്കും. ഇതൊരു സേഫ് ഹൗസ് ആണെന്ന് പറയും കൂട്ടുകാരൻ. നീ ഇനി ജയിലിലേക്ക് പോകുന്നില്ല, അതിലും വലിയ ജോലികളാണ് ഇനി നിനക്ക് ചെയ്യാനുള്ളത്. വലിയ വില പിടിച്ച കാറുകൾ ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഒരമുട്ട വന്നിട്ട് പറയും, എന്റെ ബോസ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജോലിക്ഷമത അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, വന്ന് മീറ്റ് ചെയ്യൂ പ്ലീസ് എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ ഹീറോ ചെന്ന് ഏതോ ഒരു വലിയ ബഡാം ബോസിനെ കാണുന്നുണ്ട്. പക്ഷെ അയാളുടെ മുഖമൊന്നും കാണിക്കുന്നില്ല. സോ അടുത്ത മിഷന് നമ്മുടെ അണ്ണൻ തയ്യാറായി. അവിടെ വെച്ച് ലൂഥർ ദ ഫാളൻ സൺ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പറഞ്ഞു തീരുമ്പോഴേക്കും എൻ്റെ തൊണ്ട അടഞ്ഞുപോയി. എന്നാലും ഇനിയും വൈകിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അതേ സ്വരം വെച്ച് ഞാൻ തീർത്തത്. ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കൂ. റിക്കവറായി മുഴുവൻ ശക്തമായ എനർജിയായിട്ട് ഞാൻ തിരിച്ചു വരാം. കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി പെടാ മാസ സിനിമയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുരുട്ടുമാസ്.